ഡോക്ടർ ജ്യോതിയാണ് JDS ഹോമിയോ കെയർ. ഇന്ന് നമ്മൾ അലർജിക് പേഷ്യൻസിൽ കാണുന്ന നിരന്തരമായ ക്ഷീണവും അലസതയ്ക്കൊക്കെ കാരണം എന്താണെന്ന് നോക്കുന്നത്. സാധാരണയായിട്ട് കുട്ടികളൊക്കെ പറയാറുണ്ട്, പരീക്ഷയൊക്കെ എടുക്കാനായാലും പഠിക്കാനൊന്നും പറ്റുന്നില്ല ഡോക്ടറെ, ഭയങ്കര ക്ഷീണമാണ്, ഉറക്കം തൂങ്ങുന്നു. അതുപോലെ ജോലി ചെയ്യുന്നവരൊക്കെ പറയാറുണ്ട്, പകൽ ജോലി ചെയ്യുന്ന സമയത്ത് ഉറക്കം തൂങ്ങുന്നുണ്ട്, അതുപോലെ ഡെയിലി റുട്ടീനെയൊക്കെ ഈ ക്ഷീണം ബാധിക്കാറുണ്ട് എന്നൊക്കെ. അലർജിക് പേഷ്യൻസിൽ ഈ ക്ഷീണം കണ്ടുവരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ബോഡി എപ്പോഴും ഇമ്മ്യൂൺ റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവുകയും ഇത് ക്ഷീണത്തിന് കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കുറയുന്നത്, അതായത് നമ്മളെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവുന്നത്, അതായത് അലർജി ഉള്ള ആളുകളിൽ രാത്രി കാലങ്ങളിലാണ് അലർജിക് സിംറ്റംസ് ഒക്കെ കൂടുക. നാസൽ കൺജഷൻ, അല്ലെങ്കിൽ മൂക്കടപ്പ്, ജലദോഷം, അല്ലെങ്കിൽ സ്കിൻ അലർജി ഉള്ള ആളുകളിലാണെങ്കിൽ ചൊറിച്ചിലൊക്കെ രാത്രി കാലങ്ങളിലാണ് കൂടുക. ഇത് നമ്മുടെ സ്ലീപ്പിനെ ബാധിക്കും, അതായത് നമ്മൾ ഉറക്കത്തെ ബാധിക്കുകയും സ്ലീപ്പ് ഡിസ്റ്റർബ് ആവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ക്ഷീണം ഉണ്ടാവും. ശരിയായി ഉറങ്ങാത്തതിൻ്റെ കാരണമായിട്ട് നമുക്ക് ക്ഷീണം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടി കുറയുന്നതും ഇതിനൊരു കാരണമാണ്. നിർജ്ജലീകരണവും അലർജിക് പേഷ്യൻസിൽ വളരെയധികം ക്ഷീണത്തിന് കാരണമാവാറുണ്ട്. അതുപോലെ സ്ഥിരമായിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഈ ഡ്രഗ്സിൻ്റെ ആക്ഷൻ്റെ കാരണം കൊണ്ട് ക്ഷീണം കണ്ടുവരാറുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അലർജിക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് കുറച്ച് കൊണ്ടുവരിക. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗയും മെഡിറ്റേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുകയും ചെയ്യാം.